ഹായ് നമസ്കാരം, ഞാൻ സൈന്ധവിയാണ്. എന്തൊക്കെയുണ്ട് വിശേഷം? നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. അതുപോലെ എനിക്ക് സുഖം തന്നെയാണ്. അപ്പോൾ ദേ ഇന്ന് ശനിയാഴ്ച 2-ാം തീയതി, നാളെ 3-ാം തീയതി നമ്മളെല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു വലിയ പ്രോഗ്രാമുണ്ട്. അതായത് ബിഗ് ബോസ് ഈ വർഷം കാണണമെന്ന് ഞാൻ ഉറപ്പിച്ചിരിക്കുന്ന ഒരു വ്യക്തിയാണ്. കാരണം ഞാൻ ബാക്കി 5 സീസണും മുടങ്ങാതെ കണ്ടൊരു വ്യക്തി തന്നെയാണ്. പക്ഷേ കഴിഞ്ഞ വർഷം സീസൺ എനിക്ക് അങ്ങും ഇഞ്ഞും കാണാൻ പറ്റുള്ളൂ. കാരണം താല്പര്യം തോന്നുന്ന ഒരു വ്യക്തികളും അതിലില്ലായിരുന്നത് കൊണ്ട് മാത്രം അത് കാണാൻ താല്പര്യപ്പെട്ടില്ല. പക്ഷേ ഈ വർഷം 7 അത് പുതിയ നല്ല നല്ല ഗെയിമുകളുണ്ടെന്ന് മോഹൻലാൽ തന്നെ പറയുന്നുണ്ട്. അതുകൊണ്ട് തീർച്ചയായിട്ടും അത് കാണണമെന്ന് ആഗ്രഹിക്കുന്നു. അപ്പോൾ അതിനെക്കുറിച്ച് കുറച്ച് റിവ്യൂ ചെയ്യണമെന്ന് ഞാൻ കുറേ കാലങ്ങളായിട്ട് ബിഗ് ബോസ് തുടങ്ങിയ സമയം മുതൽ എൻ്റെ റിവ്യൂ പറയണമെന്ന് ആഗ്രഹിച്ചൊരു വ്യക്തിയാണ്. പക്ഷേ അന്നത്തെ ആ ഒരു സാഹചര്യം കൊണ്ട് എനിക്കത് പറയാൻ പറ്റിയില്ല. പക്ഷേ എനിക്ക് ഇപ്പം അത് പറയണമെന്നൊരു ആഗ്രഹമുണ്ട്. അത് തീർച്ചയായിട്ടും ഞാൻ എൻ്റെ റിവ്യൂ പറയും. അപ്പം കാണാൻ ഇഷ്ടമുള്ളവർ കാണുക, ഇല്ലാത്തവർ സ്കിപ്പ് ചെയ്ത് പോവുക. അത്രേ എനിക്ക് പറയാനുള്ളത്. പിന്നെ നമ്മളെന്താ പറയുക, ഇപ്പം യൂട്യൂബിൽ കുറേ ബിഗ് ബോസ് ജ്യോത്സ്യന്മാർ ഇറങ്ങിയിരുന്ന് പറയുന്നുണ്ടായിരുന്നു. ഇന്ന വ്യക്തി കുറേ ആൾക്കാരുടെ ഫോട്ടോസ് കാണിച്ച് ഇന്ന ആൾക്കാരൊക്കെയാണ് ബിഗ് ബോസിലേക്ക് ഇനി പുതിയതായിട്ട് വരാൻ പോകുന്ന ആൾക്കാർ എന്ന് പല ആൾക്കാരും പറയുന്നുണ്ട്. പക്ഷെ അതിൽ ഏറ്റവും എല്ലാ ആൾക്കാരും ഒരുപോലെ എടുത്ത് പറയുന്നതാണ് രേണുസുധിയുടെ കാര്യം. കാരണം രേണുസുധി ഒരു 3-5 മാസമായി ഇന്ന് സോഷ്യൽ മീഡിയ നിറഞ്ഞു നിൽക്കുന്നൊരു താരം തന്നെയാണ്. ഇല്ലെന്നൊരിക്കലും പറയാൻ പറ്റത്തില്ല. അവർ നിറഞ്ഞു നിൽക്കുക, അവർ ഉറങ്ങുന്നേയും തിന്നുന്നേയും കുടിക്കുന്നേയും എന്തുണ്ട് അവർ സകലതും നമ്മൾ ബിഗ് ബോസിൽ കാണുന്ന അതേ മെത്തേഡിൽ തന്നെ നമ്മൾ ലൈവ് കണ്ടുകൊണ്ടിരിക്കുന്നതാണ് അവരോരോ കാര്യങ്ങൾ. അന്നേരം ഏതൊരു മനുഷ്യനും ഇത് ചെയ്യും, നിശ്ചയിക്കും ഇവർ അടുത്ത ബിഗ് ബോസിലേക്കുള്ള പോകാനുള്ള ഒരു വ്യക്തിയാണ് എന്ന് നമ്മൾ പ്രെഡിക്റ്റ് ചെയ്തിട്ട് അതങ്ങ് പറയുകയാണ്. രേണുസുധി ബിഗ് ബോസിലേക്ക് പോകുന്നു. പിന്നെ ഒരു യൂട്യൂബിൽ വന്ന് ഒരാൾ പറയുന്ന കേട്ട് രേണുസുധി ഇന്ന് 3 മണിക്കൂറിൽ വരെ വീട്ടിൽ എവിടെയും കാണുന്നില്ല, മിസ്സിങ് ആണ്, പുള്ളിക്കാരി ഫ്ലൈറ്റ് കയറി ചെന്നൈയിലോട്ട് എന്നൊക്കെ പല രീതിയിലും ആൾക്കാർ പറയുന്നുണ്ട്. ഇനിയിപ്പോൾ അടുത്ത ആൾ വന്ന് പറയും ചെന്നൈ എയർപോർട്ടിൽ വെച്ച് രേണുസുധീനെ കണ്ടു എന്നും പറഞ്ഞുകൊണ്ട് അടുത്തൊരു വീഡിയോ ചെയ്യും. അപ്പോൾ ഇതൊക്കെ എടുക്കുന്നതൊക്കെ കറക്റ്റ് ശരിയൊക്കെ ആയിക്കോട്ടെ. പക്ഷെ ഞാൻ പറയുന്ന ഒറ്റ കാര്യമുള്ളൂ, ബിഗ് ബോസ് എന്ന് പറയുന്ന ആ ഒരു വലിയൊരു പ്ലാറ്റ്ഫോമിലെ ആ ഒരു പ്രോഗ്രാമിനെ കുറിച്ച് ഇന്ന് വരെ അതിൽ സംഘാടകരോ ഇല്ലെങ്കിൽ അതിൻ്റെ പ്രൊഡ്യൂസറോ ഒന്നും അതിലെത്ര പേരെ പങ്കെടുക്കുന്നു അതിൻ്റെ ലിസ്റ്റോ കാര്യങ്ങളോ ഒന്നും ഇന്ന് വരെ പുറത്ത് വിട്ടിട്ടില്ല. ഏഷ്യനെറ്റോ പുറത്ത് വിട്ടിട്ടില്ല ആരൊക്കെ അതിൽ പങ്കെടുക്കുന്നത്. പിന്നെ ഇവരൊക്കെ എങ്ങനെ ഇരുന്ന് പറയും ഇന്ന ആളുണ്ട് എന്ന് പറയും. പിന്നെ ഇത് കണ്ടുപിടിക്കുന്നതെന്ന് വെച്ചാൽ ഈ ബിഗ് ബോസിലോട്ട് പോകാൻ നിൽക്കുന്ന ആൾക്കാർക്ക് ചില PR വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട്. ആ ആൾക്കാർ മുഖേനയാണ് ചിലതൊക്കെ അങ്ങ് ലീക്ക് ഔട്ട് ആവുന്നത്. ഒരിക്കലും ഈ ബിഗ് ബോസിലോട്ട് പോകാൻ പോകുന്ന വ്യക്തികൾ വന്ന് ഒരു സ്ഥലത്ത് വന്ന് നിന്നില്ലെങ്കിൽ പറയില്ല ഞങ്ങൾ ഇന്ന് ബിഗ് ബോസിലോട്ട് പോവുകയാണെന്ന് പറയില്ല. ഒരു പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ അവർ പറയില്ല. കാരണം ആ ഒരു പ്രോഗ്രാമിൽ ഫസ്റ്റ് മോഹൻലാൽ എന്ന് പറയുന്ന വ്യക്തിയാണ് നമുക്ക് ഓരോ ആൾക്കാരെ കാണിച്ചു തരുന്ന ഇന്ന ആളാണ് അടുത്തത് വരാൻ പോകുന്നത്, ഇന്ന ആൾ അടുത്തതാണ് വരാൻ പോകുന്നത് എന്ന് നമുക്ക് എല്ലാവരെയും കാണിച്ചു തരുന്നത് മോഹൻലാൽ സാർ തന്നെയാണ്. ആദ്യത്തെ ബിഗ് ബോസ് നിങ്ങളെല്ലാവരും ഓർക്കുന്നുണ്ടോ? നമ്മളെല്ലാവരും വെയിറ്റ് ചെയ്തിരുന്നപ്പം ഇന്ന ആൾ വരുന്നതും ഒരാളും ഇന്ന ആളാണ് നമുക്ക് ഒരിക്കലും പ്രതീക്ഷിക്കാതാണ് ഈ ഓരോ വ്യക്തികൾ ആ ബിഗ് ബോസിലോട്ട് വന്നത്. അപ്പോൾ ശരിക്കും അടിപൊളി, ഫസ്റ്റ് ബിഗ് ബോസ് അടിപൊളിയായിരുന്നു കേട്ടോ, പറയാതിരിക്കാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മളെല്ലാവർക്കും അത് അതിശയം തോന്നി. കാരണം ഈ ഒരു ഇത്രയും ദിവസം, ഈ 100 ദിവസം അവർ എങ്ങനെ ബിഗ് ബോസിനുള്ളിൽ ആ വീട്ടിനുള്ളിൽ ഫോണ് TV ഒന്നുമില്ലാതെ അവരെങ്ങനെയാണ് ഈ ഭക്ഷണം പോലും ലിമിറ്റ് എന്ന രീതിയിൽ കഴിച്ചവരെങ്ങനെ ജീവിക്കുമെന്ന് ഞാനും നിങ്ങളും ഒരുപോലെ അതിശയത്തോടെ നോക്കി നിന്ന ഒരു പ്രോഗ്രാം തന്നെയാണ് ബിഗ് ബോസ്. അത് പറയാതെ വയ്യ. പിന്നെ അതിനുശേഷം വന്ന ഓരോരോ പ്രോഗ്രാമും പല രീതികൾ, പിന്നെ കൊറോണ സമയത്ത് ഒന്ന് സ്റ്റോപ്പ് ചെയ്തത് ഇതെല്ലാം നമുക്കറിയാവുന്നതാണ്. പിന്നെ അത് കഴിഞ്ഞിട്ടുള്ളത് പിന്നെ നമ്മുടെ ഗബ്രിയും ജാസ്മിനും ഒക്കെ വന്ന പ്രോഗ്രാം. പിന്നെ അതിന് മുമ്പ് നമ്മുടെ റോബിനും ആ പയ്യൻ്റെ പേര് ഒരു സലീമ, അതും വന്ന് റിയാസ് വന്ന. കാരണം എനിക്ക് ഇത്രയും പേര് വന്നതിലും ഈ ഗെയിമായിട്ട് കണ്ട് കളിച്ചത് എനിക്ക് നെഗറ്റീവ് ഫീൽ അടിച്ച ഒറ്റ വ്യക്തിയുള്ളൂ. അത് ഗെയിമായിട്ട് തന്നെ കളിച്ചു, അത് റിയാസ് തന്നെയാണ്. കാരണം അവൻ ആരെ പുറത്താക്കണമെന്നും പറഞ്ഞുകൊണ്ടാണ് അവൻ ആ രഹസ്യ റൂമിൽ ഇരുന്ന് പറഞ്ഞതോ അതുപോലെ അവൻ ഗെയിം കളിച്ചു, ആ വ്യക്തിനെ പുറത്താക്കി. പക്ഷെ അന്നൊക്കെ നമുക്ക് റിയാസിനോട് ഭയങ്കര ദേഷ്യം വന്നു. റിയാസ് എന്ത് സ്വഭാവമാണ് കാണിക്കുന്നത്, അങ്ങനെയാണ് ഇങ്ങനെ. ശരിക്കും അവൻ ബുദ്ധിയോടാണ് അതിനകത്ത് അവനോട് പേഴ്സണൽ ബന്ധം വെക്കാനല്ല വന്നത്.
അവൻ കളിക്കാനാണ് വന്നത്. അവൻ അത് നല്ല രീതിയിൽ കളിച്ചു. അവിടുന്ന് അവൻ പുറത്ത് പോയി. ഒരിക്കലും പ്രൈസ് മേടിക്കാൻ വന്നില്ല. അവൻ ആ 100 ദിവസം, ആ വന്ന സമയം മുതൽ 100 ദിവസം അവിടെ തേച്ച് നിന്നു കളിച്ചിട്ട് അവൻ പുറത്ത് പോയി. അത് റിയാസിനെ പറയാതിരിക്കാൻ പറ്റും. നല്ല രീതിയിൽ ഗെയിം കളിച്ചൊരു വ്യക്തി തന്നെയാണ് റിയാസ്. അവിടെ ഒരു പേഴ്സണൽ ബന്ധങ്ങളും പുള്ളി അത് മെയിൻറ്റെയിൻ ചെയ്യാൻ അവിടെ നിന്നില്ല. ഇനിയിപ്പോൾ നമ്മൾ കാണാൻ പോകുന്നത് അടുത്ത ബിഗ് ബോസിലൂടെ ഓരോ ബിഗ് ബോസ്, അതിനുശേഷം നമ്മൾ ഓരോ ബിഗ് ബോസ് കണ്ടത് പിന്നെ പേഴ്സണൽ ബന്ധങ്ങളാണ്. പല രീതിയിലുള്ള ബന്ധങ്ങളാണ് നമ്മളവിടെ കണ്ടതും കണ്ടുകൊണ്ടിരുന്നതും എല്ലാം. പിന്നെ അത് കഴിഞ്ഞിപ്പോൾ നമ്മൾ 7ാമത്തെ സീസൺ കാണാൻ പോവുകയാണ്. ഇപ്പോൾ ഇതിലറിയാം ഇതിലെന്തൊക്കെയോ പുതിയ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ടെന്ന് പറയത്തില്ല. ചില ആൾക്കാരെന്ന് പറയുന്ന തള്ളൽ കേട്ടാൽ ചില്ലറ ഒന്നുമല്ല തള്ളൽ, ഭയങ്കര ഞെട്ടിപ്പോവും തള്ളൽ കേട്ടാൽ. അന്നേരം ഇവരൊക്കെയാണ് ഈ പ്രോഗ്രാം നടത്തുന്നത് എന്നുള്ള രീതിയിലാണ് ഈ തള്ളുന്നിരുന്നുണ്ട്. സീരിയസ്ലി പറയുക. കാരണം ബിഗ് ബോസിനെ കുറിച്ച് പറയുന്ന വാക്കുകൾ കാര്യങ്ങളൊക്കെ വെച്ചാൽ ഇവരാണ് ആ ബിഗ് ബോസ് വീടുണ്ടാക്കിയത്, ഇല്ലെങ്കിൽ ഇവരാണ് ഇവരെയൊക്കെ കൊണ്ടടം നിർത്തിയത് എന്നുള്ള രീതിയിൽ വരെയാണ് ചില ആൾക്കാരിരുന്ന് ആൾക്കാരെ പേരൊന്നും എടുത്ത് ഞാൻ പറയുന്നത് തള്ളൽ നടക്കുന്നത് അങ്ങനെയാണ്. ശരി, എന്തിരുന്നാലും നമുക്ക് വെയിറ്റ് ചെയ്ത് കാണാം. പിന്നെ രേണു സുധി എന്ന് പറയുന്നൊരു വ്യക്തിക്ക് ഇപ്പം ബിഗ് ബോസ് എന്ന് പറയുന്നൊരു പ്ലാറ്റ്ഫോമിൽ ചെന്ന് കയറുന്നതിന് കുറച്ച് മനധൈര്യമൊക്കെ വേണം. മനധൈര്യം ഇല്ലാത്തൊരു വ്യക്തിക്ക് അവിടെ നിന്ന് കളിച്ച് പുറത്ത് രക്ഷപ്പെടാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ പുറത്ത് വരും. പക്ഷേ ഈ നമ്മുടെ രേണുവിന് നമ്മളതിൻ്റെ മനധൈര്യം നമ്മളായിട്ട് കൊടുത്ത് അവരെ പറഞ്ഞു വിടുന്നുണ്ട്. അത് 100% ഉറപ്പാണ്. കാരണം രേണുവിന് ഇത്രയും ഹേറ്റേഴ്സ് ഉണ്ടാക്കി കൊടുത്ത നമ്മൾ തന്നെയാണ്. നമ്മൾ ഓരോ നെഗറ്റീവ് കമൻറ്റ് ഇട്ട്, ഇപ്പോൾ ഞാനും അതിൽ ഉൾപ്പെടുന്നുണ്ട്, നിങ്ങൾ ഓരോരുത്തരും അതിൽ ഉൾപ്പെടുന്നുണ്ട്. രേണുവിന് നെഗറ്റീവ് കമൻറ്റ് പറഞ്ഞ വ്യക്തികളാണ് പറയുന്നത്. രേണുവിന് ഇത്രയും മനധൈര്യം പറഞ്ഞു കൊടുത്ത് വിട്ടത് നമ്മൾ തന്നെയാണ്. ഇല്ലെന്ന് ഒരിക്കലും പറയാൻ പറ്റത്തില്ല. രേണു അത്ര മനധൈര്യമുള്ള വ്യക്തിയൊന്നും അല്ലായിരുന്നു. പക്ഷേ രേണു ഓരോന്ന് കാണിച്ചു കൂട്ടിയപ്പോൾ നമ്മൾ അതിനെല്ലാം നെഗറ്റീവ് പറഞ്ഞ് രേണുവിനെ അങ്ങ് നമ്മൾ സപ്പോർട്ട് ചെയ്യുക ചെയ്തത്. സീരിയസ്ലി പറയാം. അതുകൊണ്ട് രേണു ഒന്ന് ബിഗ് ബോസ് എന്ന് പറഞ്ഞ വലിയൊരു പ്ലാറ്റ്ഫോമിൽ എത്തുകയും അവരവിടെ നിന്ന് കളിക്കട്ടെ. കാരണം അവിടെ ചെന്നാലേ അവരുടെ ആ ധൈര്യം നമുക്ക് കാണാൻ പറ്റൂ. ഈ പുറത്തുനിന്ന് കാണിച്ചണക്കല്ലല്ലോ ഒരു വലിയൊരു പ്ലാറ്റ്ഫോമിലോട്ട് ചെന്ന് കയറി അവരവിടെ കളിക്കുമ്പോൾ നമുക്ക് കളി കാണാം. പിന്നെ ഈ രേണു ഉണ്ടായാണ് ഇനി ബിഗ് ബോസ് കാണില്ല എന്ന് പറയുന്ന വ്യക്തികൾ അതൊക്കെ ചുമ്മാ പറയാം. എല്ലാവരും ബിഗ് ബോസ് കാണും. കാരണം മലയാളികൾക്കുള്ള ഒരു പ്രത്യേകതരം ഒരു അസുഖമാണ് അന്യൻ്റെ വീട്ടിൽ എന്ത് നടക്കുന്നില്ല, അന്യ ആൾക്കാർ എന്ത് ചെയ്യുന്നു എന്ന് കാണാനുള്ള. അത് മലയാളികൾക്ക് കൂടപ്പുറപ്പാണ് ആ ഒരു കാര്യം. സീരിയസ്ലി പറയാം. അതിന് നിങ്ങളെന്നെ കണ്ടാലും ശരി കണ്ടില്ലേ ശരി, ഞാനായാൽ പോലും അത് നമ്മൾ മലയാളികളാണോ അത് ഇൻട്രസ്റ്റ് കൂടും. തീർച്ചയായിട്ടും നമ്മൾ ഈ കാണത്തില്ല എന്ന് പറയുന്ന വ്യക്തികൾ എല്ലാവരും കാണും. അത് 100% ഉറപ്പാണ്, കണ്ടിരിക്കും. പ്രത്യേകിച്ച് നമ്മുടെ രേണു ഉണ്ടെങ്കിൽ കണ്ടിരിക്കും. എനിവേ എന്തായാലും രേണു പോകുന്നെങ്കിൽ പോകട്ടെ, കളിക്കുന്നെങ്കിൽ അവിടെ ധൈര്യത്തോടെ നിന്ന് കളിക്കട്ടെ, അത്രേ നമുക്ക് പറയാൻ പറ്റൂ. ഇനിയിപ്പോൾ സപ്പോർട്ടായിട്ടൊന്നും ആരും കരുതരുത്. കാരണം നമ്മളാണ് ആ പുള്ളിക്കാരി ഇത്രയും ധൈര്യം കൊടുത്ത് എന്ത് വന്നാലും നേരിടും എന്നുള്ളൊരു നെഗറ്റീവിലൂടെ നമ്മൾ അത്രയും ധൈര്യവും പവറും കൊടുത്ത് നമ്മളാണ് രേണുവിനെ ഇങ്ങനാക്കി വിജയിച്ച് വാദം പറഞ്ഞുകൊണ്ട് നമ്മൾ കയറ്റി വിട്ടത്. അപ്പോൾ പോയി പുള്ളിക്കാരി കളിച്ചടിച്ച് പൊളിച്ച് തിരിച്ച് വരട്ടെ എന്ന് തന്നെ നമുക്ക് പറയാം. ഒരാശംസയെ നേരുന്നു രേണുവിനും. എനിവേ എന്തായാലും ഈ നമ്മുടെ ബിഗ് ബോസ് ജ്യോത്സ്യന്മാർ ഇനി ഇരുന്ന് പലതും പറയും. അത് പറയട്ടെ, അവരുടെ വഴിക്ക് അവർ പറഞ്ഞുകൊണ്ടേ ഇരിക്കട്ടെ. അപ്പോൾ ഞാൻ ഈ ബിഗ് ബോസ് തുടങ്ങിയ സമയം മുതൽ അതിൻ്റെ റിവ്യൂ കാണാനും അത് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഇഷ്ടമുള്ളവർ കാണുക, സപ്പോർട്ട് ചെയ്യുക, ഈ ഒരു കാര്യത്തിൽ മാത്രം എന്നാണ് എനിക്ക് പറയാനുള്ളത്. എനിവേ ഞാനും വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ബിഗ് ബോസ് ആരൊക്കെയാണ് വരുന്നത്. എനിക്ക് ഇന്ന ആൾക്കാരുണ്ടെന്ന് പറയാൻ പറ്റില്ല. ഞാനിപ്പോൾ രേണുവിൻ്റെ കാര്യം തന്നെ പറഞ്ഞത് പല ആൾക്കാർ പറയുന്നത് കേട്ടിട്ടാണ് പറയുന്നത്. സത്യാവസ്ഥ ബിഗ് ബോസിനും ഇല്ലെങ്കിൽ അതിൽ എന്താ പറയുക, ഇപ്പോൾ ഇന്ന് എന്തായാലും അവരിന്ന് കയറി കാണും, ഇല്ലെങ്കിൽ ഇന്നലെ കയറി കാണും. ബിഗ് ബോസിനുള്ളിൽ അവർ അവിടെ ചെന്നിരിക്കും, അവർ ഹോട്ടലിൽ താമസിച്ചിരിക്കും. ആ ടൈം ആകുമ്പോഴാണ് അവർ ഹോട്ടലിൽ നിന്ന് വരുന്നതും മോഹൻലാൽ സാർ നമ്മളെ വിളിച്ച് ഓരോരുത്തരെ പരിചയപ്പെടുത്തുന്നതും കാണിക്കുന്നതും എല്ലാം. എനിവേ എന്താ, നമുക്ക് എല്ലാവർക്കും നാളെ 7 മണിക്ക് നമുക്ക് ഇതേ സമയത്തിരുന്ന് ബിഗ് ബോസ് കാണാം. അന്നേരം നമുക്കറിയാം ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം കറക്റ്റായിരുന്നു. ഈ ജ്യോത്സ്യന്മാർ പറഞ്ഞ കാര്യങ്ങളെല്ലാം കറക്റ്റ്. പിന്നെ ഈ PR വർക്ക് ചെയ്യുന്ന ആൾക്കാരെ കയ്യിൽ നിന്ന് ലീക്കാവുന്നതാണ് ഇവരൊക്കെ ഇരുന്ന് ചുമ്മാതിരുന്ന് പറയുന്നത്. കാരണം കുറച്ചും മുമ്പ് അവർ വീഡിയോ കണ്ടതാണ്, രേണുവിനെ 3 മണിക്കൂറായിട്ട് പുറത്ത് കാണുന്നില്ല, രേണു ഇവിടെ ഇല്ല, ചെന്നൈയിലേക്ക് ഫ്ലൈറ്റ് കയറി എന്നൊക്കെ പല ആൾക്കാരും പല വീഡിയോകളും വന്നിരുന്ന് ഇങ്ങനെ ചുമ്മാതെ പൊട്ടത്തരങ്ങൾ പറയുന്നുണ്ട്. ഇനി അതെല്ലാം നല്ലത് തന്നെയാണ്. നമുക്ക് കാണാൻ രേണു പോകുന്നെങ്കിൽ രേണു നല്ല രീതിയിൽ നിന്ന് കളിക്കട്ടെ, വിജയിക്കട്ടെ എന്ന് മാത്രമേ നമുക്ക് പറയാൻ പറ്റൂ. അതിനുള്ള ധൈര്യവും തൻ്റെ ഇടം നൽകിയത് നമ്മൾ ഓരോ മലയാളികളാണ്. പുള്ളിക്കാരിക്ക് ഉള്ളത് പറയാതിരിക്കാൻ പറ്റത്തില്ല. പല നെഗറ്റീവ് കമൻറ്റിലൂടെ പുള്ളിക്കാരുടെ മനസ്സ് നമ്മൾ ഉറപ്പിച്ചു കൊടുത്തു. അതാണ് നമ്മൾ ചെയ്തത്. ശരിയാണ് നമ്മൾ ചെയ്തത്, നല്ലത് കാര്യം തന്നെ. ഒരു പെൺകുട്ടിക്ക് ജീവിക്കാനുള്ള തൻ്റെ ഇടവും
ഇതും നമ്മൾ മലയാളികളായിട്ട് അവർക്ക് സാധിച്ചു കൊടുത്തു എന്ന് തന്നെ ഞാൻ പറയുകയുള്ളൂ. എനിവേ എന്തായാലും നമുക്ക് എല്ലാവർക്കും വെയിറ്റ് ചെയ്തിരുതാം ബിഗ് ബോസ് എന്ന പ്രോഗ്രാം കാണാൻ വേണ്ടിയിട്ട്. ഞാനും വെയിറ്റ് ചെയ്യുകയാണ്. അപ്പോൾ എനിക്കിന്ന് ഇതാണ് പറയാനുള്ളത്. നാളെ 7 മണിക്ക് നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് ബിഗ് ബോസ് 7 കാണണം. ഞാനും അത് 24 നമ്മുടെ ഹോട്ട്സ്റ്റാറിലും കാണും. അപ്പോൾ അതിനെക്കുറിച്ചുള്ള ഓരോ റിവ്യൂകൾ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യും. ഇഷ്ടമുള്ളവർ കാണുക, സപ്പോർട്ട് ചെയ്യുക. അത്രയേ ഉള്ളൂ എനിക്കിത് പറയാൻ. അപ്പോൾ എൻ്റെ എൻ്റെ യൂട്യൂബുകാരെന്നെ എൻ്റെ യൂട്യൂബ് ഫാമിലിയുള്ള എല്ലാ വ്യക്തികളും എന്നെ സപ്പോർട്ട് ചെയ്യുമെന്ന് എനിക്കറിയാം. ഞാൻ അവരോടല്ല പറഞ്ഞാൽ ഇത് ഇനി അങ്ങോട്ടുള്ള കാണുന്ന വ്യക്തികളോടാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം എല്ലാവർക്കും സുഖമായിരിക്കുന്നു, സന്തോഷമായിരിക്കുന്നു ഞാൻ വിശ്വസിക്കുന്നു. ഞാനും സുഖമായിരിക്കുന്നു. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് നാളെ നമുക്ക് വീണ്ടും കാണുമ്പോഴേക്കും ഓക്കെ, ബൈ ബൈ, ടാറ്റാ.